നമുക്ക് ബാലിന്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ ഗോമതിയും ബാലിനെ എല്ലാവരും കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുവാണ് CI. അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണ് പറയണത്. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല CI ഒന്നും. പരാതി തന്നിരിക്കുന്ന ശ്രീദേവിയാണല്ലോ. അപ്പം CIയുടെ വിചാരം എന്താ, ശ്രീദേവിയാണ് സൈൻ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളാ. അതിനിടയ്ക്ക് SI കടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പണത്തിന് വേണ്ടിയിട്ട്. അശ്വതി എന്ന് പറയുന്ന ആ SI ഇത്തിരി കൈക്കൂലിയൊക്കെ മേടിക്കുന്നവളാണ്. അപ്പൊ അവരാണ് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചിരിക്കുന്ന ആള്. അങ്ങനെ ഒടുവില് ഉദയഭാനു ശ്രീകലയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ആനന്ദ് അവരോട് കടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. നിങ്ങൾ ഞങ്ങളോട് ചതി ചെയ്തിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുമല്ലേ, നിങ്ങൾ പരാതി കൊടുത്ത്, ഞങ്ങളായിരുന്നു ആദ്യം പരാതി കൊടുക്കണ്ടേന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കില് ഉദയഭാനു ശ്രീകല അവിടെ നന്നായിട്ട് അഭിനയിച്ചു. അപ്പോഴേക്ക് CA വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ മകൾ എന്തിയെ, അവളല്ലേ അവളൊന്ന് മൊഴി തരണ്ടേന്ന് ചോദിച്ചു. മാഡം അവൾക്ക് തീരെ വയ്യാത്തോണ്ട് അവള് വയ്യാതിരിക്കുവാന്ന് പറഞ്ഞു. അവൾക്ക് വരാനൊന്നും പറ്റില്ല മാഡെന്നൊക്കെ പറഞ്ഞു കള്ളത്തരം പറഞ്ഞു വിടുവാണ്. ആ സമയത്ത് ആരിനെയും ആകാശിനെയും കൂടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരിനും ആകാശവും ഒക്കെ സത്യം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഉദയഭാനു പറഞ്ഞു, എൻ്റെ മകളെ അവിടെ ഇട്ട് പീഡിപ്പിക്കുകയോ ചെയ്തേ. ആനന്ദിനോടൊപ്പം ഗോമതി ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നതാ. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയും കൂടെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയോ ചെയ്തേ. എൻ്റെ മോളെ നിഷ്കരണം പുറത്താക്കിയിട്ട് കഥ കടിച്ചു. എൻ്റെ മോള് ഈ നിൽക്കുന്ന ഗോമതിയുടെ കാല് വീണ് അപേക്ഷ എന്നെ ഇറക്കി വിടല്ല അമ്മയെന്ന് പറഞ്ഞത്. എന്നിട്ടോ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. പുറംകാലം കൊണ്ട് തട്ടി എറിയുക ചെയ്തേ. ഒരച്ഛനെന്ന രീതിയിൽ അതൊക്കെ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു മാഡം. അതുപോലെ തന്നെ ശ്രീകല കള്ളക്കരച്ചിൽ കരയെ വേണം. ഇപ്പൊ ഇവര് നിൽക്കുന്ന പോലെ ഒന്നും അല്ല. ഇവരുടെ വീട്ടിൽ പോകണം. കല്യാണം നടക്കണ സമയത്ത് എന്തൊരു സന്തോഷമായിരുന്നു അറിയാം അവർക്ക്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ചതി ചെയ്ത ഞങ്ങളോടാണ്. ഇവര് വലിയ വീട്ടുകാരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചതിച്ച് ഞങ്ങളെ പെടുത്തിയതാന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അതുകൊണ്ടാണോ നിങ്ങൾ ഇവരുടെ മകളോട് ആ ചതി ചെയ്തേന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല മാഡം, ഇവരാണ് ചതി ചെയ്ത്. ഇവരുടെ മകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഓ, അപ്പം വിദ്യാഭ്യാസം ഇത്തിരി കുറവാണെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുമെന്ന് ചോദിച്ചു. ആനന്ദ് പറഞ്ഞു, ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോഴേക്ക് CA അങ്ങോട്ട് പരാതി അങ്ങോട്ട് വായിച്ചു ഏൽപ്പിച്ചു. അതിനകത്ത് പട്ടിണി കിട്ടിയിരിക്കുന്ന ഫുഡ് പോലും കൊടുക്കാതെ ജോലി ചെയ്യിച്ചു. അത് മാത്രമല്ല കടയിലും കൊണ്ട് ജോലി ചെയ്യിച്ചു. അങ്ങനെ ഉദയഭാനുവിന്റെ ശ്രീകലയുടെ കള്ളക്കരച്ചില് അതിനകത്ത് CI ഒക്കെ വീണു പോവാണ്. അപ്പം SIക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ ഉദയഭാനു സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് SI മാഡത്തിന് കൊടുക്കുകയും ചെയ്തു. പുള്ളിക്കാരത്തേക്ക് സന്തോഷമായി. ഇവരകത്ത് കിടന്ന് തനിക്ക് എന്താന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ എല്ലാത്തിനെയും പിടിച്ച് സ്റ്റേഷനിൽ ലോക്കപ്പിൽ ഇടുകയാണ്. പിന്നീടാണ് മീനു കാര്യങ്ങൾ അറിയുന്നത്. മീനു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനുവിന്റെ ഇന്ദിരാമയാണ് കാര്യങ്ങൾ പറയുന്നത്. വീട്ടിൽ ആരെയും കണ്ടില്ല എന്താന്നൊക്കെ ഓർത്തു. ഫോൺ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നില്ല. അപ്പോഴേക്കും ഇന്ദിരാമ്മ മീനുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നേ. അവരെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇന്ന കാര്യമെന്ന് മീനുവിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം ഇങ്ങനെയൊരു സംഭവം. ആനന്ദേട്ടനാണ് ഭർത്താവ്. പക്ഷെ വീട്ടിലുള്ള ബാക്കി എല്ലാരെ, അതോ മിത്രയ അനുശ്രയ ഉൾപ്പെടെ അവരുടെയൊക്കെ പേര് കേസ് ചാർജ് ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഒടുവില് മീനു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എന്നിട്ട് CIയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മീനു ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ മരുമോളാന്ന് പറഞ്ഞു. അപ്പൊ മീനുവിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. മീനു പറഞ്ഞു, മാഡം ഈ പറയുന്നൊന്നും സത്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി ഇവിടെ കൂടുതൽ കിടന്ന് പറയണ്ട, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാന്ന് പറഞ്ഞു. മീനുവിന് ഭയങ്കര വിഷമായി. എത്രയും പെട്ടെന്നൊരു വക്കീലിനെ കാണണം. ഗാർഹിക പീഡനമാണ്. പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. മീനുവിന് ഭയങ്കര ടെൻഷൻ. ആ സമയത്ത് ഇന്ദിരാമ്മ രാജശ്രീയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്യുതനും അനന്തനും ഒക്കെ വീട്ടിലേക്ക് വന്നു. അനന്തം വീട്ടിലേക്ക് വന്നപ്പോൾ നന്ദിത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അനന്തം പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് നോക്കാം, കാരണം ഇത്രയും സ്റ്റേഷനിലുണ്ടല്ലോ. പക്ഷെ അച്യുത സമ്മതിച്ചില്ല. എന്തിനാ ഏട്ടാ, അവിടെ കിടക്കട്ടെ, നമ്മളോട് ചെയ്തതിനൊക്കെയാ ഈ കിട്ടിയെന്ന് പറഞ്ഞു. ആ, അവിടെ കിടന്ന് രണ്ടെണ്ണം കൊള്ളട്ടെ. എൻ്റെ അലോകിന് ലോക്കപ്പ് കയറ്റിയതേ, എത്ര ദിവസമാണ് ജയിലിൽ കിടത്തിയത്, അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. അനന്തം പറഞ്ഞു, എടാ എന്നാലും അത് ശരിയാണോ? ഒരെന്നാലും ഇല്ല, ഇതിന്റെ പിന്നാലെ ആരും ഇറങ്ങിത്തിരിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ധർമ്മൻ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ധർമ്മം വന്നു മീനുവിനെ കണ്ടു. മീനുവിനെ കണ്ടു പറഞ്ഞു, മീനു നമുക്കൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ ഏർപ്പാടാക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു പറഞ്ഞു, എന്നാലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഇത് നമുക്കൊന്ന് ചോദിക്കണ്ടേന്ന് ചോദിച്ചു. അതെ, ഇത് ശ്രീദേവി ചേച്ചിയോട് തന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ മീനു എന്ത് ചെയ്തു, ശ്രീദേവിയെ കാണാനായിട്ട് അവിടേക്ക് ചെന്നു. പക്ഷെ ശ്രീദേവിയെ കാണാനായിട്ട് ഉദയഭാനു ശ്രീകലെ സമ്മതിച്ചില്ല. നിങ്ങൾ കാണണ്ട, എന്റെ മോളോട് ആ ചതി ചെയ്തിട്ട് ഇപ്പൊ എന്തിനാ വന്നേക്കുന്നേ? ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല.
മീനു ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മീനുവിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്താ. പക്ഷെ ഇപ്പം മീനു ശ്രീദേവിയെ കണ്ട കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നു മനസ്സിലായി. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ധർമ്മം പറഞ്ഞു, എന്താണെങ്കിലും ശ്രീദേവിയെ കണ്ടിട്ടാ ഞങ്ങൾ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കാണാനും സമ്മതിക്കില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഒച്ചപ്പാടും ബഹളവും കേട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ശ്രീദേവി വന്നിട്ട് ചോദിച്ചു, എന്താ മിനു, എന്താ പ്രശ്നം, എന്താ ബാ മിനു കയറി വരാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ നീ അകത്ത് പോകാൻ നോക്ക്. അങ്ങനെ ശ്രീദേവി അകത്തേക്ക് വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ശ്രീദേവി സമ്മതിച്ചില്ല. അപ്പോഴേക്കും മീനു പറഞ്ഞു, എന്നാലും ഈ ചതി ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല. ശ്രീദേവിച്ച് പരാതി കൊടുക്കേണ്ടിയിരുന്നില്ല. ശ്രീദേവിച്ച് കാരണം ഇപ്പാണ്ട് അച്ഛനും അമ്മയും ആനന്ദേട്ടനും ആരും ആകാശും എല്ലാവരും സ്റ്റേഷനിലാ. അനുശ്രീയും ഇത്രയും വരാതെന്ന് പറഞ്ഞു. സ്റ്റേഷനിലോ എന്തിനാ? അപ്പൊ ശ്രീദേവിച്ച് പരാതി കൊടുത്തില്ലെന്ന് ചോദിച്ചു. പരാതിയോ? ഞാനോ? ഞാൻ പരാതി കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനുവിന്റെ ശ്രീകലയുടെ ഒക്കെ മുഖം മാറി. ശ്രീദേവിക്ക് സംശയമായി. ശ്രീദേവി പറഞ്ഞു, മീനു ഞാൻ പരാതി കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു പരാതി ഞാൻ എഴുതിയിട്ടില്ല, ചിലപ്പോൾ അത് കള്ളപ്പരാതി ആയിരിക്കും, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ചേച്ചി ഒപ്പിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പിടിച്ചോണ്ട് പോയിരിക്കുന്നേ, അവരെ ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്നാ തോന്നേ, എനിക്കറിയില്ല, ഗാർഹിക പീഡനമാണ്, നിസ്സാര കാര്യമില്ലെന്ന് പറഞ്ഞു. മീനു ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശ്രീകല ശ്രീദേവിയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് അകത്ത് കൊണ്ട് കഥ അടിച്ചു. സമയം ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ഉറപ്പായി, ശ്രീദേവി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്താലോ, ശ്രീദേവി ഫോൺ വിളിച്ച് ചോദിച്ചാലോ എന്ന് ചോദിച്ചു. പക്ഷെ ഫോണും കാര്യങ്ങളും ഒക്കെ അപ്പോഴേക്കും ഉദയഭാനും ഒക്കെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു, ആരും വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ശ്രീദേവിക്ക് ഭ്രാന്തായിപ്പോയി. ശ്രീദേവി ഉദയഭാനോട് ശ്രീകളുടെ ഒക്കെ ദേഷ്യപ്പെടുകയാണ്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണം, എനിക്ക് എന്തായാലും സത്യങ്ങളൊക്കെ പോയി തുറന്നു പറയണം, നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തില്ലേ, നിങ്ങളൊരു അച്ഛനും അമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. ഒടുവില് ശ്രീദേവി ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, മോളെ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തേ എന്നൊക്കെ പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, പറ്റില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഒടുവില് ശ്രീദേവി എന്ത് ചെയ്തു, മുറിക്കകത്ത് അടച്ചിട്ടു. നീ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറഞ്ഞ് ശ്രീകലയാണ് ആ കൊടും ക്രൂരത ചെയ്യുന്നത്. ശ്രീദേവി തുറന്നു വിടാൻ പറഞ്ഞിട്ട് ശ്രീകല തുറന്നു വിട്ടില്ല. അവിടെ കിടക്ക് നീ പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഫോണും കൊടുത്തില്ല. ശ്രീദേവിക്കാണ് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി. പിറ്റേ ദിവസം എല്ലാവരും കോടതിയെ ഹാജരാക്കുവാണ്. അങ്ങനെ കോടതി ഹാജരാക്കുന്ന സമയത്ത് മീനു വക്കീലിനെ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വക്കീലിനെ കൊണ്ട് ചെന്നു. അപ്പൊ എന്താണെങ്കിലും ശ്രീദേവിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, കോടതി വന്ന് മൊഴി കൊടുക്കണമല്ലോ. അങ്ങനെ അതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു, കോടതി മൊഴി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രീദേവിയുടെ അടുത്ത് നിന്ന് ഉദയഭാനു ശ്രീകലയും പറഞ്ഞു, ദേ കോടതിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ തന്നെ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞോണം, അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ അച്ഛനും അമ്മയും പിന്നെ ജീവനോടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. ശ്രീദേവിയാണ് വല്ലാതെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. ഒരു വശത്ത് ദേവമംഗലംകാര്, ഒരു വശത്ത് പെറ്റമ്മ, അതുപോലെ തന്നെ തന്റെ സ്വന്തം അച്ഛനും, അവരാണ് ഈ ക്രൂരതകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ശ്രീദേവിയും കൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ്. കോടതി കൊണ്ട് സമയമായി. മീനു വക്കീലിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് കേസ് വിളിച്ചു. മൊഴി കൊടുക്കാൻ വേണ്ടി ശ്രീദേവിയെ വിസ്തരിക്കാനായിട്ട് കയറ്റിയിരുത്തി. ശ്രീദേവിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് ഗോമതിയും ബാലിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഒടുവില് ശ്രീദേവി എന്ത് ചെയ്തു, കോടതിയിൽ വെച്ച് സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം, ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ. കാരണം ശ്രീദേവിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. തൻ്റെ സ്വന്തം പെറ്റമ്മയും അച്ഛനുമാണ് നിൽക്കുന്നതെങ്കിലും കാരണം അവർ ചെയ്ത കൊടും ക്രൂരതയുടെ ആ കഥ അവിടെ വെളിപ്പെടുത്തുവാണ്. അങ്ങനെ ഒടുവില് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ശ്രീകലെ ഉദയഭാനുവും കൂടെ ജയിലിലേക്ക് പോകും. കാരണം അവരാണല്ലോ തെറ്റ് ചെയ്തേ, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനും. അങ്ങനെ അവർക്കെതിരെ ഒടുവില് കേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരുങ്ങുവാണ്. ശ്രീദേവിക്ക് അവരെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല, ഗോമതിയും ബാലിനെയൊക്കെ. കാരണം ശ്രീദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എന്ത് വന്നാലും ഞാൻ അവരോടൊപ്പം നിൽക്കുള്ളൂ. കാരണം ഇത്രയും വലിയ കൊടും ക്രൂരത അത് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.